നമ്മൾ വീട്ടമ്മമാരെല്ലാം തന്നെ സാധാരണ ചെറുപയറൊക്കെ കുക്കറിലാവും വേവിക്കേണ്ടാവുക അല്ലേ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറയാലോ ചെറുപയറിന് നല്ല ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. നല്ല സിമ്പിളായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും, പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വാരിയെടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ചെറുപയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അത്ര തന്നെ മതി. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ ഇത് വയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം, തീയും കത്തിക്കാം, എന്നിട്ടൊന്ന് അടച്ചും വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നല്ലപോലെ തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. തിള വരുമ്പോൾ തന്നെ ഏകദേശം ഒരു പകുതി കുക്കായിട്ടുണ്ടാവും. മാക്സിമം ഒരു 10 മിനിറ്റ് മതി നന്നായി കുക്കായിട്ട് വരാൻ. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. കാരണം വെള്ളം വറ്റണ്ടേ, അടച്ചു വെച്ചാൽ വെള്ളം വറ്റില്ല. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ അതാ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടി ഉണ്ട് വറ്റാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തിട്ടും ചേർക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് വെന്തോളും കറിവേപ്പിലയൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ, കൂടുതൽ ചേർക്കേണ്ട. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപയർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല എളുപ്പമാണ്. ഇനി കുക്കറിൽ ആരും വേവിക്കരുത്, ഇങ്ങനെ വേവിച്ചാലാണ് നമ്മുടെ ചെറുപയറിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.